പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1992 മുതലുള്ള ബികോംകാരുടെ പാർട്ട് 3 റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. 1992 മുതൽ 2002 വരെയുള്ള ന്യൂമറിക് രജിസ്റ്റർ നമ്പറോട് കൂടിയിട്ടുള്ള ബികോംകാരുടെ പാർട്ട് 3 റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നത്. എല്ലാവരും റിസൾട്ടുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പാസ്സായിരിക്കുന്നു. അപൂർവം ചില ആളുകൾ ചില സബ്ജക്റ്റുകളിൽ തോറ്റിരിക്കുന്നു. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാര്യം മാർക്ക് ലിസ്റ്റ് കൈപ്പറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ജനുവരി 3 മുതൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭ്യമാവും. യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ ഭവനിലെ ബികോം സെക്ഷനിൽ നിന്ന് ജനുവരി 3 മുതൽക്ക് എല്ലാവർക്കും അവരുടെ മാർക്ക് ലിസ്റ്റ് കൈപ്പറ്റാവുന്നതാണ്. മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മാർക്ക് ലിസ്റ്റ് കൈപ്പറ്റുന്നതിന് നിങ്ങൾ നേരത്തെ പരീക്ഷ എഴുതിയിരുന്ന സമയത്തുള്ള ഹോൾ ടിക്കറ്റ്, 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയ സമയത്തുള്ള ഹോൾ ടിക്കറ്റും ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡോ മറ്റോ കയ്യിൽ കരുതുക. ഇതുമായിട്ടാണ് പരീക്ഷാ ഭവനിലെ ബികോം സെക്ഷനിൽ പോയി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വാങ്ങേണ്ടത്. തോറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ട് ബികോം പൂർത്തിയായിട്ടില്ലാത്തവർ, ഇനിയും പേപ്പറുകൾ എഴുതിയെങ്കിൽ മാത്രമേ ബികോം പാസ്സാവുള്ളൂ എങ്ങനെയുള്ള ആളുകൾ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയതിൻ്റെ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ 1 ടൈം സപ്ലി എഴുതിയിട്ടുള്ള പരീക്ഷയുടെ ഹോൾ ടിക്കറ്റും ഒരു ആധാർ കാർഡും ആയിട്ട് പോയാൽ മാർക്ക് ലിസ്റ്റ് കൈപ്പറ്റാവുന്നതാണ്. അതേസമയം ഈ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോടുകൂടി മുഴുവൻ പേപ്പറുകളും പാസ്സായി ബികോം എന്ന് പറയുന്ന കോഴ്സ് തന്നെ പാസ്സായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ നേരത്തെ എഴുതിയിരുന്ന മുഴുവൻ പരീക്ഷയുടെയും മാർക്ക് ലിസ്റ്റുകൾ അതിൻ്റെ പകർപ്പ് കൊണ്ടുപോകണം. നേരത്തെ മുന്നേ നിങ്ങൾ ബികോം വിവിധ വർഷങ്ങളിലായിട്ട് പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള മാർക്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ടാവും. ആ മാർക്ക് ലിസ്റ്റുകൾ മുഴുവനും കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയുമായിട്ടാണ് പരീക്ഷാ ഭവനിലേക്ക് പോകേണ്ടത്. അതോടൊപ്പം +2 മാർക്ക് ലിസ്റ്റും അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകേണ്ടതുണ്ട്. +2 എഴുതിയിട്ടില്ലാത്ത ആളുകളുണ്ട്. നേരത്തെ ഓപ്പൺ എൻട്രൻസിൻ്റെ ഭാഗമായിട്ട്, ഓപ്പൺ ബികോം അല്ലെങ്കിൽ ഓപ്പൺ കോഴ്സിൻ്റെ ഭാഗമായിട്ട് +2 ഇല്ലാതിരുന്ന അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഇല്ലാതിരുന്ന ആളുകളുണ്ട്. അവർക്ക് എൻട്രൻസ് എഴുതി ഡിഗ്രി എടുത്തവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് +2 മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോകാൻ ഉണ്ടാവില്ല. അവർ SSLC ബുക്കാണ് കൊണ്ടുപോകേണ്ടത്. ഒന്നുകിൽ SSLC ബുക്ക്, +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സായവരെ ആ പ്രീ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ +2വിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഡിഗ്രിയുടെ നേരത്തെ എഴുതിയിട്ടുള്ള എല്ലാ മാർക്ക് ലിസ്റ്റുകളും അവയുടെയൊക്കെ ഫോട്ടോ കോപ്പിയും, ഹോൾ ടിക്കറ്റ്, അതോടൊപ്പം തന്നെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ്, ഹോൾ ടിക്കറ്റ് ഉണ്ടായാൽ മതി, പക്ഷേ എന്നാലും ഒരു ആധാർ കാർഡ് കൂടി കയ്യിൽ കരുതി വയ്ക്കുക. ഇത്രയും കാര്യങ്ങളായിട്ടാണ് പരീക്ഷാ ഭവനിലേക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എല്ലാ പേപ്പറുകളും പാസ്സായി ഇതോടുകൂടി ബികോം പൂർത്തിയായിട്ടുള്ള ആളുകളാണ്. അതേസമയത്ത് ഏതെങ്കിലും പേപ്പറുകൾ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ള കേസുകളിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റും, ഇപ്പോൾ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയിട്ടുള്ള അതിൻ്റെ ഹോൾ ടിക്കറ്റും ഒരു ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് പോയാൽ മതി. ഓക്കെ, എല്ലാ പേപ്പറുകളും പാസ്സായി ബികോം പൂർത്തിയായിട്ടുള്ള ആളുകൾ മാത്രമാണ് പഴയ മാർക്ക് ലിസ്റ്റുകൾ കൊണ്ടുപോകേണ്ടത്. പ്രീ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ +2വിൻ്റെ മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോകേണ്ടത്. എല്ലാ പേപ്പറുകളും പാസ്സായി ബികോം ഇതോടുകൂടി പൂർത്തിയായിട്ടുള്ള ആളുകൾ മാത്രമാണ് പഴയ മാർക്ക് ലിസ്റ്റുകളെല്ലാം തന്നെ കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം പ്രീ ഡിഗ്രിയുടെ അല്ലെങ്കിൽ +2വിൻ്റെ മാർക്ക് ലിസ്റ്റും കൊണ്ടുപോകണം. ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതിയേക്കണം. കാരണം പരീക്ഷാ ഭവനിൽ നിങ്ങൾ മാർക്ക് ലിസ്റ്റിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആ അപേക്ഷയുടെ കൂടെ ഈ ഫോട്ടോ കോപ്പി കൂടി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അതോടൊപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ പേപ്പറുകളും പാസ്സായി ബികോം പാസ്സായിരിക്കുന്ന ആളുകൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ ആവശ്യപ്പെടുന്നതാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുന്നവർക്ക് വേണമെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. കാരണം ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് 1 വർഷമോ അതിലധികമോ സമയമെടുത്തുനിന്ന് വരും. അപ്പോൾ അതിനിടയ്ക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണ്ടത്. അപ്പോൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും ആപ്ലിക്കേഷൻ നാളെ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് കൊടുക്കാവുന്നതാണ്.
പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ തരാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ച് തരുന്നത് കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് തയ്യാറാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പോസ്റ്റലായിട്ട് അയച്ചു തരികയാണ് ചെയ്യുക. പോസ്റ്റൽ ഫീസ് കൂടി അതിൻ്റെ കൂടെ അടയ്ക്കേണ്ടി വരും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള എല്ലാ മാർക്ക് ലിസ്റ്റുകളും കിട്ടി, വൺ ടൈം സപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള മാർക്ക് ലിസ്റ്റ് കിട്ടി, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ സോഷ്യൽ സർവീസിൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 97 മുതലുള്ളവർക്ക് സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് കൂടി വേണം. അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപായി നിങ്ങൾ നിങ്ങളുടെ പഴയ എല്ലാ മാർക്ക് ലിസ്റ്റുകളും ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പുതിയ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററിയുടെ മാർക്ക് ലിസ്റ്റ് കിട്ടേണ്ടതുണ്ട്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തവരുണ്ടെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടേണ്ടതുണ്ട്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് നിങ്ങൾ പിന്നീട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. പക്ഷേ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ നേരം വൈകും എന്നുള്ളതുകൊണ്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അവിടെ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനും ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. എന്തായാലും ഈ മാർക്ക് ലിസ്റ്റുകളെല്ലാം വാങ്ങിക്കുന്നതിനു വേണ്ടി യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്ന സമയം 10 ദിവസമാണ്. ജനുവരി 3 മുതൽ 10 ദിവസത്തിനകം എല്ലാവരും പോയി മാർക്ക് ലിസ്റ്റുകൾ കൈപ്പറ്റണമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകമായി ഒരു 10 ദിവസം വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഓരോരുത്തരായി വരുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളുടേത് ന്യൂമറിക്കൽ രജിസ്റ്റർ നമ്പറിലുള്ളവരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തിയ രജിസ്റ്ററുകളൊക്കെ ഓരോന്നോരോന്നായി പ്രത്യേകം പരിശോധിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരിക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ 10 ദിവസത്തിനകം തന്നെ എല്ലാവരും വന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 10 ദിവസവും ഇതിനു വേണ്ടി അവർക്ക് മാറ്റിവെക്കാം. നിങ്ങളുടെ ഫയലുകളും രജിസ്റ്ററുകളും ഒക്കെ പ്രത്യേകം പരിശോധിക്കുന്നതിനുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. ആ നിലയ്ക്കാണ് 10 ദിവസം എന്ന് വെച്ചിരിക്കുന്നത്. ഇനി 10 ദിവസത്തിനകം പോകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പിന്നീട് എപ്പോഴും പോയാലും കിട്ടും. ഓക്കെ, നിർബന്ധമായും 10 ദിവസത്തിനകം പോയിട്ടുണ്ടാവണം എന്ന് വ്യവസ്ഥയില്ല. എല്ലാവരും കഴിയുന്നതും 10 ദിവസത്തിനകം വന്നാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ എടുത്തു തരുന്നത് വളരെ സൗകര്യപ്രദമായിരിക്കും എന്നതുകൊണ്ടാണ് 10 ദിവസം എന്ന് വെച്ചിരിക്കുന്നത്. 10 ദിവസത്തിനകം പോകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ 10 ദിവസത്തിന് ശേഷം പിന്നീട് പോയാലും കിട്ടും. പക്ഷേ ഒരു നിശ്ചിത ദിവസത്തിനകം വാങ്ങാതിരിക്കുകയും പിന്നീട് എപ്പോഴെങ്കിലുമാണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നത് എങ്കിൽ അതിനൊരു ഫൈന് യൂണിവേഴ്സിറ്റി ഈടാക്കും. അതൊരു 125 രൂപയോ മറ്റോ ആണ് അതിൻ്റെ ഫൈന് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും ഫൈൻ ഈടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്നതിന് വേണ്ടി എല്ലാ സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ വരാതിരിക്കുകയും പിന്നീട് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ വീണ്ടും തിരഞ്ഞ് കണ്ടെത്തി സർട്ടിഫിക്കറ്റ് തരേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് കണക്കാക്കിയാണ് നിങ്ങളിൽ നിന്നൊരു ഫൈന് ഈടാക്കുന്നത്. അപ്പോൾ കഴിയുന്നതും നേരത്തെ തന്നെ എല്ലാവരും അവരുടെ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി മാർക്ക് ലിസ്റ്റ് വാങ്ങി വെക്കുക, വൈകാതെ പോവുക. ഇനി താൻ പറ്റാത്ത, ചിലപ്പോൾ നാട്ടിലില്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പിന്നീട് വന്നിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും, അവർക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ പലരും അന്വേഷിക്കാറുണ്ട്. മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കുന്നതിന് സാധാരണഗതിയിൽ കാൻഡിഡേറ്റ് നേരിട്ട് ചെല്ലുകയാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ ഗൾഫ് നാടുകളിലൊക്കെയുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഓതറൈസ് ചെയ്തുകൊണ്ടുള്ളൊരു ലെറ്റർ ഒപ്പിട്ടിട്ട് കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഓതറൈസ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്ത് ഒപ്പിട്ടിട്ട് ഇങ്ങോട്ട് അയച്ചിട്ടോ മറ്റോ ഒപ്പിട്ട് കൊടുക്കുകയോ മറ്റോ ചെയ്താൽ ആ ലെറ്ററുമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന ആൾക്ക് മാർക്ക് ലിസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർ മാർക്ക് ലിസ്റ്റ് നേരിട്ട് കയ്യിൽ കൊടുക്കുക ഉണ്ടാവില്ല, പകരം പോസ്റ്റൽ അഡ്രസ്സ് കൊടുത്താൽ ആ പോസ്റ്റലായിട്ട് ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരികയാണ് ചെയ്യുക. അങ്ങനെ അയച്ചു തരുന്ന സമയത്ത് പോസ്റ്റ്മാൻ കൊണ്ടുവന്നാൽ അത് വാങ്ങിക്കാനും വീട്ടിൽ സൗകര്യം ഒരുക്കിയിരിക്കണം. അല്ലാതെ ഗൾഫിലാണ് എന്നതുകൊണ്ട് പോസ്റ്റ്മാൻ വന്ന് നോക്കി ആൾ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോസ്റ്റ്മാൻ വരുമ്പോൾ അത് വാങ്ങിക്കാനും ഒരു സൗകര്യം ഒരുക്കി വെക്കേണ്ടതുണ്ട്.
ഓക്കെ, അപ്പോൾ എല്ലാവരും നേരിട്ട് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോവുക. പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തിട്ട് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ.